റിജോഷിന് പിന്നാലെ 2.5 വയസ്സുള്ള മകൾ ജോവാന കൂടി കൊല്ലപ്പെട്ടതോടെ നെഞ്ചുപിടഞ്ഞ് ഇടുക്കി ശാന്തൻപാറ നിവാസികൾ. കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങിനായി വീട്ടിലും പള്ളിയിലുമായി നൂറുകണക്കിന് ആളുകളാണ് കണ്ണീരോടെ എത്തിയത്. അതിനിടെ വിഷം കഴിച്ച് ആശുപത്രിയിലായ റിജോഷിന്റെ ഭാര്യയും കാമുകനും അപകടനില തരണം ചെയ്തു. മുംബൈയിൽ നിന്ന് പുലർച്ചെ ഇടുക്കിയിലെത്തിച്ച കുഞ്ഞ് ജോവാനയുടെ ചേതനറ്റ ശരീരം 9 മണിയോടെയാണ് ശാന്തൻപാറ പുത്തടയിലെ വീട്ടിലെത്തിച്ചത്. റിജോഷിന്റെ വേർപാടിൻ മുറിവുണങ്ങും മുൻപേ മറ്റൊരു മൃതദേഹം കൂടി ആ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ അത് ആ നാട് താങ്ങാവുന്നതിലും അപ്പുറമായി. ജോവാനയുടെ സഹോദരങ്ങളായ ജോയലിനും ജെഫിറ്റയെയും ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളും നാട്ടുകാരും നന്നേ പാടുപെട്ടു. 11 മണിയോടെ ശാന്തൻപാറ ഇൻഫന്റ് ജീസസ് കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ റിജോഷിനെ സംസ്കരിച്ചതിന് അടുത്തായി ജോവാനയെയും സംസ്കരിച്ചു. അതേസമയം കൊലപാതകത്തിന് ശേഷം മുംബൈയിലെത്തി വിഷം കഴിച്ച് ആശുപത്രിയിലായ റിജോഷിന്റെ ഭാര്യ ലിജി, കാമുകൻ വസീം എന്നിവർ അപകടനില തരണം ചെയ്തു. ലിജിയെ ഇന്ന് തന്നെ മഹാരാഷ്ട്ര പോലീസും ശാന്തൻപാറ പോലീസും ചോദ്യം ചെയ്തേക്കും. കുഞ്ഞിന്റെ മരണത്തിന് കൊലക്കുറ്റത്തിനും ആത്മഹത്യാ ശ്രമത്തിനുമായി 2 കേസുകളാണ് ലിജിക്കും വസീമിനുമെതിരെ മഹാരാഷ്ട്ര പോലീസ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം 31-നാണ് ശാന്തൻപാറ സ്വദേശി റിജോഷിനെ കൊന്ന ശേഷം ഭാര്യയും കാമുകനും നാടുവിട്ടത്. പോലീസ് പിടിയിലാവുമെന്നതോടെ മുംബൈയിൽ വെച്ച് ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഷെക്കീന ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.